ദിവസം ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്ത 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകില്ലെന്ന് കുവൈറ്റ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ശക്തമാവുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഈ തീരുമാനം നിലവിൽ വന്നിരുന്നുവെങ്കിലും 2021 ജനുവരി 1 മുതലാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത് തന്നെ. ഇതുപ്രകാരം 60 വയസ്സ് കഴിഞ്ഞവരും ഹൈസ്കൂൾ ഡിഗ്രിയോ അതിൽ കുറവോ വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ളവരുമായ പ്രവാസികൾക്ക് നിലവിലെ തൊഴിൽ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അത് പുതുക്കി നൽകില്ല എന്നതാണ് കുവൈറ്റ് കൈക്കൊണ്ട തീരുമാനം. വർഷങ്ങളോളം ജോലി ചെയ്തു വന്ന പ്രവാസികൾക്കാണ് ഇത് വലിയ തിരിച്ചടിയായി മാറിയത്. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ ശക്തമാകുകയാണ്. ഞാൻ ആ തീരുമാനത്തിനെതിരാണ് എന്ന പേരിലാണ് ക്യാമ്പയിൻ നടന്നു വരുന്നത് തന്നെ. രാജ്യത്തിന്റെ പുരോഗതിയിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ച ആയിരക്കണക്കിന് ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പുറത്താക്കുന്നത് വിവേചനപരവും കുവൈറ്റ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണെന്നാണ് ഇവർ ഉന്നയിക്കുന്ന വാദമെന്നത്. സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കുവൈറ്റിലെ പ്രമുഖ വിഷ്വൽ ആർട്ടിസ്റ്റായ മുഹമ്മദ് ഷറഫ് ഏറ്റെടുത്തതോടെയാണ് ഈ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വൈറലായത്. ഹൈസ്കൂൾ ഡിഗ്രിയോ അതിൽ കുറവോ വിദ്യാഭ്യാസമുള്ള 60 കഴിഞ്ഞ പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുന്നത് നിർത്തിയ ആ തീരുമാനത്തിന് ഞാൻ എതിരാണ് എന്ന അദ്ദേഹത്തിന്റെ ട്വിറ്റർ പോസ്റ്റ് വലിയ ജനശ്രദ്ധ നേടിവരികയാണ്. ഈ തീരുമാനം അനീതിയാണ് എന്നതിനാലാണ് താൻ എതിർക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമം ഏതാനും മാസങ്ങളായി നിലവിലുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനമാണ് തന്നെ അതിനെതിരെ പോസ്റ്റിടാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ഈ ക്യാമ്പയിൻ രാജ്യത്തെ അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് സ്വദേശികളും പ്രവാസികളുമാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 60 കഴിഞ്ഞ പ്രവാസികളുടെ വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ പുരോഗമിച്ചു വരുന്നത്. ഞാനൊരു അഭിമാനമുള്ള കുവൈറ്റി പൗരനാണെന്നും എന്നാൽ മനുഷ്യത്വരഹിതമായ ഈ തീരുമാനം കുവൈറ്റിന്റെ പരമ്പരാഗത മൂല്യങ്ങൾക്ക് എതിരാണെന്നും അഹമ്മദ് അൽസേനി എന്ന കുവൈറ്റി സ്വദേശി ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. ഈ തീരുമാനം ശരിയായ അർത്ഥത്തിൽ നിലവിൽ വന്നാൽ ഇത് നടപ്പിലാക്കിയവർ ഖേദിക്കുമെന്നും ഉടൻ തന്നെ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ 2020 ജനസംഖ്യാ സെൻസസ് പ്രകാരം കുവൈറ്റിൽ 60 കഴിഞ്ഞ 2.2 ലക്ഷം പ്രവാസികൾ താമസിക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. ഇവരെ എല്ലാവരെയും പുതിയ നിയമം ബാധിക്കില്ലെന്നും അവരിൽ ഭൂരിപക്ഷം പേരെയും അത് ബാധിക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിഗ്രി ഇല്ല എന്ന ഒറ്റ കാരണത്താലാണ് ഇവർ രാജ്യത്ത് നിന്ന് പുറന്തള്ളപ്പെടുക. പഠനം പൂർത്തിയാക്കാൻ നിൽക്കാതെ ചെറുപ്രായത്തിൽ തന്നെ കുവൈറ്റിലെത്തിയവരാണ് നിയമത്തിന് ഇരയാകുന്നവരിൽ ഏറെയും. അതോടൊപ്പം വർഷങ്ങളോളം കുവൈറ്റിനെ ആശ്രയിച്ച് തുടർന്ന ഇവരെ അവഗണിക്കുന്നത് കടുത്ത പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി വിദേശികൾക്കെതിരെ ശക്തമായ വികാരം രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ പ്രത്യാഘാതം എന്നോണമാണ് പുതിയ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 70% പ്രവാസികളാണെന്നാണ് കണക്ക്. രാജ്യത്തിന്റെ വിഭവങ്ങളിലേറെയും പ്രവാസികളാണ് അനുഭവിക്കുന്നതെന്നും രാജ്യത്തെ ജനസംഖ്യയിലുള്ള അസന്തുലിതത്വം അവസാനിപ്പിക്കണമെന്നുമാണ് പലരുടെയും ആവശ്യം. രാജ്യത്തെ വിദേശികളുടെ എണ്ണം 70% നിന്ന് 30% കുറയ്ക്കണമെന്ന് കുവൈറ്റ് പ്രധാനമന്ത്രി സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ സാമ്പത്തിക അസ്ഥിരതയും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും വിദേശികൾക്കെതിരായ വികാരം കൂടുതൽ ശക്തമാക്കിയതായും റിപ്പോർട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ പ്രവാസികളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട പ്രമുഖ കുവൈറ്റ് സിനിമാ നടിയായ ഹയാത്ത് അൽ ഫഹദ് രംഗത്തെത്തിയിരുന്നു. കുവൈറ്റുകൾക്ക് രോഗബാധയുണ്ടാകാൻ ആവശ്യത്തിന് ആശുപത്രി കിടക്കകൾ ഉറപ്പുവരുത്തുന്നതിന് പ്രവാസികളെ നിർബന്ധപൂർവ്വം പുറത്താക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അവരുടെ രാജ്യക്കാർക്ക് അവരെ വേണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്നായിരുന്നു ഒരു TV ഷോയിൽ താരത്തിന്റെ ചോദ്യം എന്നത്. ഇത് പ്രവാസികളെ ഏറെ വേദനയിൽ ആഴ്ത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.